7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റായ നേച്ചേഴ്സ് പ്ലെൻറ്റിയാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. 7ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. You have read the story How Far Is the River, haven't you? Now, try to remember the story and complete the following suitably. How Far Is the River എന്ന കഥ നിങ്ങൾ വായിച്ചില്ലേ? ആ കഥയൊന്ന് ഓർത്തു നോക്കൂ. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കൂ. The sentences that impressed you the most. നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ആ വാചകങ്ങൾ ഏതൊക്കെയാണ്? അതൊന്നെഴുതൂ. The moment you enjoyed the most. കഥയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ആ നിമിഷം ഏതാണ്? The characters who touched your heart. നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ച ആ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? The pictures that flashed through your mind. നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഈ 4 ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ മാതൃകയായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കൂട്ടുകാർക്കും ഓരോ വാചകങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ടത്. അവർ ആസ്വദിച്ച നിമിഷങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഓരോ കൂട്ടുകാരും കഥ കൃത്യമായി വായിച്ച് എഴുതുമല്ലോ. Here are the thoughts of a boy after his nature walk. Read it. ഒരു കുട്ടി പ്രകൃതിയിലൂടെ നടന്നതിന് ശേഷമുള്ള അവൻ്റെ ചിന്തകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് വായിക്കൂ. Recently, I visited a mountain valley, the magnificent valley of Kashmir. It was surrounded by snow-capped lofty mountains which made it a land of springs and beautiful lakes. For a moment, I wondered whether I was in heaven. Really? Kashmir is a land of paradise. കാശ്മീർ സന്ദർശന സമയത്ത് കുട്ടിക്കുണ്ടായ ചിന്തകളാണിത്. Identify the words or phrases he uses to express his thoughts. Write them below. ഈ കുട്ടിയുടെ ചിന്തകൾ പ്രകടിപ്പിക്കാനായി ഉപയോഗിച്ച വാചകം ഏതാണ്? കൂട്ടുകാർക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. For a moment, I wondered whether I was in heaven. ഞാൻ സ്വർഗത്തിലാണോ എന്ന് ഒരു നിമിഷം ഞാൻ അതിശയിച്ചു പോയി. The boy who goes in search of the river feels discouraged when he misses the village boy. He looks up and down the mountain path but sees no one. His own home is hidden from view by the side of the mountain, and the river is not in sight either. He wishes someone were with him. What would be his thoughts at that time? Write them below. നദി കാണാനായി പോയ കുട്ടിക്ക് ഗ്രാമത്തിൽ നിന്നും വന്ന പയ്യൻ പോയ ശേഷം തൻ്റെ ഉത്സാഹം കുറഞ്ഞതായി തോന്നി. മലമുകളിലുള്ള ആ വഴിയിലൂടെ നടക്കുമ്പോൾ മുകളിലേക്കും താഴേക്കും നോക്കിയപ്പോൾ അവന് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. തൻ്റെ വീടാകട്ടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു പോവുകയും ചെയ്തു. ആ സമയത്ത് തൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോയി. ആ സമയത്ത് കുട്ടിക്കുണ്ടായ ചിന്തകൾ എന്തെല്ലാമായിരിക്കും? നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. I don't know how far is the river. നദി എത്ര ദൂരെയാണെന്ന് എനിക്കറിയില്ല. I never thought the river is so far. ഈ നദി ഇത്രയും ദൂരെയാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. I might have get consent from my parents. ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്നും സമ്മതം വാങ്ങിക്കേണ്ടതായിരുന്നു. സൈലൻസ് ഓഫ് ദ ഫോറസ്റ്റ് മേക്സ് മീ നെർവസ്. കാടിൻ്റെ ഈ മൗനം എന്നെ പരിഭ്രാന്തനാക്കുന്നുണ്ട്. ബട്ട് ഐ ആം വെരി ഈഗർ ടു റീച്ച് ദ റിവർ.
പക്ഷേ എനിക്ക് ആ നദിയിലെത്തണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഐ തിങ്ക് ഐ വിൽ റീച്ച് ദ റിവർ സൂൺ. ഞാൻ ഉടനെ തന്നെ അവിടെ എത്തിച്ചേരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. The following are the descriptions of a path to the hill. Read them. The path was steep. It was a dizzy, winding one. The hill was covered with lush green ferns. The trees were wound in creepers, and a great wild dahlia would suddenly rear its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp but very refreshing. കോളം എയിൽ ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത്. ഇനി കോളം ബി നോക്കാം. The path was steep. The hill was covered with ferns, trees and dahlias. Water came from the hillside. The water was refreshing. Which description is more interesting? ഇതിൽ ഏത് വിവരണമാണ് കൂടുതൽ രസകരം? അതെ, ഡിസ്ക്രിപ്ഷൻ ഇൻ കോളം എ ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. കോളം എയിലുള്ള വിവരണമാണ് കൂടുതൽ രസകരം. ലിസ്റ്റ് ദ വേർഡ്സ് വിച്ച് ആഡ് ഗ്രേറ്റർ ഇഫക്റ്റ് ടു ദ ഡിസ്ക്രിപ്ഷൻ. ഈ വിവരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഡിസി, വൈൻഡിങ് വൺ, ലഷ് ഗ്രീൻ ഫേൺസ്, ഗ്രേറ്റ് വൈൽഡ് ഡാലിയ, ഗോൾഡൻ ഹെഡ്, ട്രിക്കിൾ ഓഫ് വാട്ടർ, കോൾഡ് ആൻഡ് ഷാർപ്പ്, റിഫ്രഷിംഗ്. അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ? ഈ വാക്കുകളാണ് കോളം എയിലെ വിവരണത്തെ കൂടുതൽ രസകരമാക്കിയത്. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ പ്ലേസ്. ആ സ്ഥലത്തെക്കുറിച്ച് വിവരിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ലഷ് ഗ്രീൻ ഫേൺസ്, ദ ട്രീസ് വെർ വൂണ്ട് ഇൻ ക്രീപ്പേഴ്സ്, എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ. ഇമാജിൻ ദാറ്റ് ആഫ്റ്റർ സെവറൽ ഇയേഴ്സ് the boy visits the place again. He notices that the place has changed a lot. It has become a tourist spot now. What could be the changes? Describe the changes in the place in your own words. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ കുട്ടി വീണ്ടും ഈ സ്ഥലം സന്ദർശിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ സ്ഥലം ഒരുപാട് മാറി. ഇപ്പോൾ അതൊരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ മാറിയിട്ടുണ്ടാവുക? നിങ്ങളുടെ സ്വന്തം വാചകത്തിൽ അതൊന്ന് എഴുതാമോ? ദ പ്ലേസ് ഈസ് എ ടൂറിസ്റ്റ് സ്പോട്ട് നൗ. ഇപ്പോൾ ഈ സ്ഥലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ദർ ഈസ് എ ന്യൂ റോഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓൾഡ് പാത്ത്. പഴയ ആ വഴിക്ക് പകരം ഒരു പുതിയ റോഡാണുള്ളത്. ദ പാത്ത് ഈസ് ലെവൽഡ്. ആ വഴിയെല്ലാം നിരപ്പാക്കിയിട്ടുണ്ട്. ദർ ആർ സോ മെനി ബിൽഡിങ്സ് നിയർ ദ പ്ലേസ്. ഈ സ്ഥലത്തിനടുത്തായി നിറയെ കെട്ടിടങ്ങളുണ്ട്. ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, റിസോർട്ട്സ് ആർ ദർ. കടകളും ഹോട്ടലുകളും റിസോർട്ടുകളുമെല്ലാം അവിടെയുണ്ട്. മെനി വെഹിക്കിൾസ് പാസിംഗ് നിയർ ബൈ. അതുവഴി ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വിസിറ്റ് ദ പ്ലേസ് നൗ എ ഡേയ്സ്. ഈയിടെയായി ആ സ്ഥലം സന്ദർശിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. ദ പ്ലേസ് ലോസ്റ്റ് ഇറ്റ്സ് സൈലൻസ്. ആ സ്ഥലത്തിൻ്റെ നിശബ്ദതയെല്ലാം നഷ്ടപ്പെട്ടു. നോ വൺ ക്യാൻ ബിലീവ് ദാറ്റ് ദ പ്ലേസ് വാസ് സൈലൻറ്റ് ആൻഡ് ഐസൊലേറ്റഡ് ലോങ് ഇയേഴ്സ് ബാക്ക്. ഈ സ്ഥലം ഒരു കാലത്ത് വളരെ നിശബ്ദമായിരുന്നു എന്നും ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു എന്നും ഒരാൾക്കും ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല. The boy notices a few placards and posters with slogans written by lovers of nature. Read the slogans. ഈ കുട്ടി അവിടെ ചെല്ലുമ്പോൾ കുറേ പ്ലക്കാർഡുകളും പോസ്റ്ററുകളും എല്ലാം കാണുന്നു. അതിൽ പ്രകൃതി സ്നേഹികൾ കുറേ മുദ്രാവാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അവയൊന്ന് വായിക്കാം. സേവ് ട്രീസ്, സേവ് വാട്ടർ. സേവ് ട്രീസ്, ഹെൽപ്പ് us breathe. What is the message conveyed in the above slogans? ഈ മുദ്രാവാക്യങ്ങൾ എന്ത് സന്ദേശമാണ് നൽകുന്നത്? The message conveyed in the above slogans is to conserve the forest for our survival.
കാടുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ അതിജീവനത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന സന്ദേശമാണ് ഈ മുദ്രാവാക്യങ്ങൾ തരുന്നത്. ശരിയല്ലേ? Now, write 2 other slogans on the need to conserve nature. പ്രകൃതി സംരക്ഷണത്തിനായി മറ്റു 2 മുദ്രാവാക്യങ്ങൾ കൂടി എഴുതി നോക്കിയാലോ? Go green, breathe clean. Save earth, save yourselves. Look at the poster against deforestation. വനനശീകരണത്തിനെതിരായുള്ള ഈ പോസ്റ്റർ നോക്കൂ. Lend a helping hand. Stop deforestation, save nature. Do not cut trees. No trees, no man. What do you see in this poster? Write in the boxes given below. പോസ്റ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്? താഴെ കൊടുത്തിരിക്കുന്ന ആ കള്ളികളിൽ എഴുതൂ. ടൈറ്റിൽ: Lend a helping hand. Illustration: Children love trees. കുട്ടികൾക്ക് മരങ്ങളോടുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത്. രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനോ? ട്രീസ് ആർ കട്ട്. മരങ്ങളെല്ലാം മുറിച്ചിട്ടിരിക്കുന്നു. സ്ലോഗൻ: നോ ട്രീസ്, നോ മാൻ. ഇൻസ്ട്രക്ഷൻ: ഡു നോട്ട് കട്ട് ട്രീസ്. മരങ്ങൾ മുറിക്കരുത്. മെസ്സേജ്: സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് നേച്ചർ. വനനശീകരണം തടയുക, പ്രകൃതിയെ സംരക്ഷിക്കുക. അതാണ് ഈ പോസ്റ്റർ നൽകുന്ന സന്ദേശം. ഇമാജിൻ ദാറ്റ് the nature club of your school is going to conduct a poster making competition in connection with the World Environment Day. Prepare a poster for the competition. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു പോസ്റ്റർ മേക്കിംഗ് മത്സരം നടത്തുന്നു എന്ന് സങ്കല്പിക്കുക. അതിനുവേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കി നോക്കിയാലോ? ഇവിടെ ഒരു പോസ്റ്ററിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരും സ്വന്തം ഭാവനയ്ക്കും കഴിവിനും അനുസരിച്ച് നല്ല ഭംഗിയുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കുമല്ലോ. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ബാക്കി പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.